ഹായ് ഫ്രണ്ട്സ്, എല്ലാവരുടെയും ഓണം ഒരുക്കങ്ങളൊക്കെ എവിടെ വരെയായി? ഞാൻ ഇന്ന് ഏത്തക്കായ ഉപ്പേരി ഉണ്ടാക്കുന്നത്, ശർക്കര വരട്ടി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ കൊണ്ടാണ് വന്നിരിക്കുന്നത്. കായ പൊളിക്കുന്നത് അരിയുന്നതൊക്കെ ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, അത് നോക്കിയാൽ മതി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. ഇന്ന് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കുന്നത്, ശർക്കര വരട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിവിടെ കായെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പം നമുക്ക് അടുപ്പത്തേക്ക് ഒരു ചീനിച്ചട്ടിയോ ഉരുളിയോ എന്തെങ്കിലും വെച്ചിട്ട് തീ കത്തിച്ചു കൊടുക്കാം. ചീനിച്ചട്ടി നന്നായിട്ട് ചൂടായ ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലവണ്ണം തിളച്ചാൽ മാത്രമേ നിങ്ങൾ അതിനകത്തിലേക്ക് ഉപ്പേരി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാവൂ. എണ്ണ നല്ലവണ്ണം തിളയ്ക്കണം. തിളയ്ക്കുന്നതിന് മുമ്പ് ഇട്ട് കൊടുക്കരുത്. ഇങ്ങനെ ഒറ്റയായിട്ട് പെട്ടെന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ബാച്ചിലേക്കുള്ള ഉപ്പേരി കഷ്ണങ്ങളെല്ലാം ഇതിലിട്ടിട്ടുണ്ട്. ഇതിപ്പം എണ്ണയ്ക്ക് നിരക്കെ ഉപ്പേരി കഷ്ണങ്ങൾ കിടപ്പുണ്ട്. ഇനി ഇത് നല്ല തീയിൽ നമുക്ക് വറക്കാം. ഉപ്പേരി കഷ്ണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ചട്ടം വെച്ചിട്ട് ഇളക്കി കൊടുക്കണം. ഉപ്പേരിയുടെ നിറമൊക്കെ മാറി നല്ല ഗോൾഡൻ യെല്ലോ കളറായി കഴിയുന്നുണ്ടെങ്കിൽ നമുക്കതിലേക്ക് ഇത്തിരി ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പുവെള്ളം ഒഴിച്ച ശേഷം ഒരു ചട്ടകം വെച്ചിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. ഇത് ഉപ്പ് എല്ലായിടത്തും ഒരേപോലെ എത്താൻ സഹായിക്കും. ഉപ്പുവെള്ളം ഒഴിച്ച് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എണ്ണയ്ക്ക് മുകളിൽ ഒരുപാട് ബബിൾസ് കാണാൻ സാധിക്കും. ആ ബബിൾസൊക്കെ ഒന്ന് അടങ്ങിയ ശേഷം മാത്രമേ നിങ്ങൾ ഈ ഉപ്പേരി എണ്ണയിൽ നിന്നും കോരിയെടുക്കാൻ പാടുള്ളൂ. ഇവിടെ ഇപ്പോൾ ഉപ്പേരി പാകമായിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതിനെ എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. കണ്ടില്ലേ, നല്ല ഗോൾഡൻ യെല്ലോ കളറിലുള്ള ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ ഉപ്പേരി നമുക്ക് അല്പം പാകമായി കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ചട്ടം വെച്ചിട്ട് ഇളക്കുമ്പോഴാണെങ്കിലും ഇങ്ങനെ ചീനച്ചട്ടിയിൽ നിന്നും കോരിയെടുത്ത് മാറ്റുമ്പോഴൊക്കെ ഒരു കിലുക്കം കേൾക്കാൻ സാധിക്കും. ഇങ്ങനെ ഇടുന്നുണ്ടെങ്കിൽ ആ ഒരു കിലുങ്ങുന്ന ശബ്ദം കേൾക്കും. അപ്പം നിങ്ങൾക്ക് ഉറപ്പിക്കാം ഉപ്പേരി നല്ലവണ്ണം നിങ്ങൾക്ക് വറുത്ത് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അരിഞ്ഞു വെച്ചിരിക്കുന്ന ബാക്കിയുള്ള ഉപ്പേരി കഷ്ണങ്ങളും ഇതേപോലെ വറുത്ത് കോരി എടുക്കാം. നല്ലവണ്ണം എണ്ണ തോർത്തിയെടുത്ത ഉപ്പേരി ചൂടാറിയ ശേഷം എയർ ടൈറ്റ് ടിന്നുകളിലാക്കിയെടുത്ത് സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ തണുത്തു പോകും. ഓണത്തിന് എല്ലാവരും ഉപ്പേരി ഉണ്ടാക്കി കഴിഞ്ഞോന്ന് എനിക്ക് അറിയത്തില്ല. എങ്കിലും ഈ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും ഉപകാരപ്രദമായ ടിപ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് വലിയ സന്തോഷമാകും. ഇനി നമുക്ക് ശർക്കര വരട്ടി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. പക്ഷേ ഒരു കുഴപ്പം പറ്റി. ഇവിടെ ശർക്കര വരട്ടി ഇതേ എണ്ണയിൽ തന്നെ അമ്മ വറക്കാൻ ഇട്ടിരുന്നു. ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ഉപ്പേരി ഉണ്ടാക്കിയ അതേ എണ്ണയിൽ തന്നെ തൊട്ട് പുറകെ ശർക്കര വരട്ടിക്കുള്ള കഷ്ണങ്ങളിട്ട് വറുത്തെടുക്കുകയാണ് ഇവിടെ ശർക്കര വരട്ടിക്കായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു 10-12 കായ എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ വറുത്തെടുക്കുകയാണ്. ശർക്കര വരട്ടി വറുത്തെടുക്കുമ്പോൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം ഇതിൻ്റെ പുറം നല്ലോണം കരിഞ്ഞു പോകും. ആകം ചിലപ്പോൾ വെന്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തീ അല്പം കുറച്ച് വെച്ച് കുറച്ച് സമയമെടുത്ത് നല്ലതുപോലെ വറുത്തെടുക്കണം. ശർക്കര വരട്ടിക്ക് വറുക്കാനിട്ട കായ മൂപ്പെത്തിയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ കോരിയെടുക്കാം. ഇതൊരു 350 ഗ്രാം ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാൻ വേണ്ടി അല്പം വെള്ളം ചേർത്ത് നമ്മൾ ചീനച്ചട്ടിയിൽ ഒന്ന് ചൂടാക്കുകയാണ്. ഇതൊന്ന് തിളച്ച് ഇതൊന്ന് മിക്സായി കഴിയുന്നുണ്ടെങ്കിൽ നമ്മളിതിനെ അരിച്ചെടുക്കും. ഇതിപ്പോൾ നല്ലവണ്ണം മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അരിച്ചെടുക്കാം. ഒരു ചീനിച്ചട്ടി ചൂടാക്കി നമ്മൾ അരിച്ചെടുത്ത് വെച്ച ശർക്കരപ്പാനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശർക്കര തിളച്ച് കഴിയുമ്പോൾ പതഞ്ഞു തുടങ്ങും. അപ്പോൾ നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ശർക്കര നമ്മുടെ കയ്യിൽ തൊട്ട് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവം വരെ നമുക്കിതിനെ ഇങ്ങനെ തീയിൽ തന്നെ വെച്ചേക്കണം. നമ്മുടെ ശർക്കര ഇവിടെ പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ച ഒരു 15 ഏലക്കായ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചുക്കുപൊടിയും 1 ടേബിൾ സ്പൂൺ ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ച ഏത്തയ്ക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കാം. ഒരു 3 മിനിറ്റെങ്കിലും
ശർക്കര എല്ലാ ഏത്തക്ക കഷ്ണങ്ങളും പിടിക്കണ മാതിരി നല്ല വിധം ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് നല്ലോണം വറുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി അല്പാൽപ്പം ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഒറ്റയടിക്ക് അരിപ്പൊടി എല്ലാം കൂടെ ഇട്ട് കൊടുക്കരുത്. അല്പം ഇട്ടിട്ട് മിക്സ് ചെയ്ത ശേഷം വീണ്ടും കുറച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. ഈ സ്റ്റെപ്പ് ഇതേപോലെ ചെയ്തില്ല എങ്കിൽ നമ്മുടെ ശർക്കര വരട്ടി കട്ട കെട്ടിയിരിക്കും. നിങ്ങൾക്ക് ഓരോരോ കഷ്ണങ്ങളായിട്ട് എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇത് കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു ജോലിയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ശർക്കര വരട്ടി റെഡി ആയിട്ടുണ്ട്. കട്ടയൊന്നും കിട്ടിയിട്ടില്ല, എല്ലാം ഒറ്റയായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു നല്ല മണം കിട്ടും. ഒരു കുറച്ച് ചുക്കുപൊടി ഇതിൻ്റെ മണ്ടയ്ക്കോട്ടൊന്ന് വിതറി കൊടുത്താൽ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ ബൈ.